2024 ജൂൺ 27 വ്യാഴം. ഇന്ന് 1199 മിഥുനം 13. വാർത്തകൾ വായിക്കുന്നത് ജി രവി. അടിയന്തരാവസ്ഥയെ അപലപിച്ച് സ്പീക്കർ, പ്രതിപക്ഷത്ത് ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമം പാളി, കഴിഞ്ഞ കാര്യങ്ങളെന്ന് അഖിലേഷ് യാദവ്. അടിയന്തരാവസ്ഥയുടെ ദുർദിനങ്ങൾ ഓർമ്മിപ്പിച്ച് പാർലമെന്റിൽ ഇന്ത്യ സഖ്യത്തെ ഭിന്നിപ്പിക്കാൻ ഭരണപക്ഷം നടത്തിയ ശ്രമം വിഫലമായി. സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ അടിയന്തരാവസ്ഥയെ അപലപിച്ച് ഓം ബിർള നടത്തിയ അപ്രതീക്ഷിത പ്രസ്താവന സഭയെ ബഹളത്തിലാക്കി. സ്പീക്കർ പ്രസ്താവന വായിച്ചു തുടങ്ങിയപ്പോൾ തന്നെ കെ.സി. വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ്, ഹൈബി ഈഡൻ, മാണിക്കം ടാഗോർ എന്നിവരുൾപ്പെടെ ഏതാനും കോൺഗ്രസ് അംഗങ്ങൾ ഇരിപ്പിടത്തിൽ നിന്നിറങ്ങി മുദ്രാവാക്യം വിളിച്ചു. അടിയന്തരാവസ്ഥയിൽ ദുരിതമനുഭവിച്ചവരെ സ്മരിച്ച് സഭ മൗനമാചരിക്കാൻ സ്പീക്കർ നിർദ്ദേശിച്ചപ്പോൾ മുദ്രാവാക്യം വിളി അവസാനിച്ചു. 1975 ജൂൺ 25 ഇന്ത്യയുടെ ചരിത്രത്തിലെ ഇരുൾ നിറഞ്ഞ അധ്യായമായി എന്നും അറിയപ്പെടുമെന്ന് പ്രസ്താവനയിൽ സ്പീക്കർ പറഞ്ഞു. ഈ ദിവസമാണ് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ അടിച്ചേൽപ്പിച്ചതും ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ തയ്യാറാക്കിയ ഭരണഘടനയെ ആക്രമിച്ചതും. ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങളും അഭിപ്രായ സ്വാതന്ത്ര്യവും ഞെരിക്കപ്പെട്ടു. പ്രതിപക്ഷ നേതാക്കൾ ജയിലിലടയ്ക്കപ്പെട്ടു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള തീരുമാനത്തെ സഭ ശക്തമായി അപലപിക്കുന്നതായും സ്പീക്കർ വ്യക്തമാക്കി. കഴിഞ്ഞ ലോക്സഭയിൽ ഓം ബിർള 100-ലേറെ അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തുവെന്നും അടിയന്തരാവസ്ഥയിൽ പോലും അങ്ങനെ സംഭവിച്ചിട്ടില്ലെന്നും ശിവസേന നേതാവ് സഞ്ജയ് റൌത്ത് പറഞ്ഞു. സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിൻ്റെ സഹകരണ മനോഭാവത്തിന് വിരുദ്ധമായ സ്പീക്കറുടെ വിഭാഗീയമായ പ്രസ്താവന നിർഭാഗ്യകരമാണെന്ന് ശശി തരൂർ കുറ്റപ്പെടുത്തി. സുനിത വില്യംസ് ബഹിരാകാശത്ത് തിരിച്ചെത്താനാകാത്തത് വിക്ഷേപണ വാഹനമായ സ്റ്റാർ ലൈനറിൻ്റെ തകരാർ മൂലം. സുനിത വില്യംസ് സഞ്ചരിച്ച ക്രൂ മൊഡ്യൂൾ അടങ്ങുന്ന പേടകം ഇപ്പോൾ ബഹിരാകാശ നിലയവുമായി ബന്ധിക്കപ്പെട്ട നിലയിൽ സുനിത നിലയത്തിനുള്ളിൽ. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് പോയ ബോയിങ് സ്റ്റാർലൈനർ പേടകത്തിന് കേടുപറ്റിയതിനാൽ സഞ്ചാരി സുനിത വില്യംസിൻ്റെ മടക്കയാത്ര അനിശ്ചിതമായി. ഈ മാസം 5-നാണ് ഇന്ത്യൻ വംശജയായ സുനിതയും സഹയാത്രികൻ ബിച്ച് വിൽമോറും ബഹിരാകാശ നിലയത്തിലേക്ക് പുറപ്പെട്ടത്. 7-ന് ഇവർ നിലയത്തിലെത്തി. 13-ന് തിരിച്ചു വരേണ്ടിയിരുന്നുവെങ്കിലും ഇവരുടെ യാത്ര പലതവണ മാറ്റിവെച്ച് 26-നാക്കിയിരുന്നു. ഇത് വീണ്ടും മുടങ്ങി. സുനിതയുടെ 3-ാമത്തെ ബഹിരാകാശ നിലയ സന്ദർശനവും ബോയിങ് സ്റ്റാർ ലൈനറിൻ്റെ കന്നി യാത്രയുമായിരുന്നു ഇത്. തുടർച്ചയായി പ്രതിസന്ധികൾ നേരിട്ട ഈ ദൗത്യത്തിൻ്റെ വിക്ഷേപണം 2 തവണ മാറ്റേണ്ടി വന്നു. കന്നി യാത്രയിലും പലതവണ ഇന്ധനമായ ഹീലിയം ചോർന്നു. ഇലോൺ മസ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സ് കമ്പനിയുടെ ഡ്രാഗൺ പേടകം ഉപയോഗിച്ച് സുനിതയെയും വിൽമോറിനെയും തിരിച്ചെത്തിക്കാനുള്ള സാധ്യതയും ആലോചിക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ആവശ്യമില്ലെന്നാണ് നാസയുടെയും ബോയിങ്ങിൻ്റെയും നിലപാട്. രാജ്യാന്തര നിലയത്തിലേക്ക് ആളുകളെ കൊണ്ടുപോയി തിരികെ എത്തിച്ചിട്ടുള്ള കമ്പനിയാണ് സ്പേസ് എക്സ്. ഇപ്പോഴത്തെ പ്രതിസന്ധി, സ്റ്റാർലൈൻ പേടകത്തിൽ 5 തവണ ഹീലിയം വാതക ചോർച്ച ഉടലെടുത്തു. 28 ത്രസ്റ്ററുകളിൽ ചിലതിന് തകരാർ. സുരക്ഷിതമായി തിരികെയെത്താൻ കുറഞ്ഞത് 14 ത്രസ്റ്ററുകൾ വേണം. ഇന്ത്യൻ വംശജയാണ് സുനിത വില്യംസ്. 1998 നാസയുടെ ബഹിരാകാശ സഞ്ചാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതിനു മുൻപ് 2006-ലും 2012-ലും ബഹിരാകാശത്ത്. കൂടുതൽ നേരം ബഹിരാകാശത്ത് നടന്ന 2-ാമത്തെ വനിതയെന്ന നേട്ടം. 50 മണിക്കൂർ 40 മിനിറ്റ് കൈവരിച്ചു. 3 യാത്രകളിലുമായി ഇതുവരെ 343 ദിവസം ബഹിരാകാശ നിലയത്തിൽ ചെലവഴിച്ചു. 2006-ൽ 195 ദിവസം ബഹിരാകാശത്ത് താമസിച്ചു. 1 ഗഡു പെൻഷൻ ഇന്നു മുതൽ. സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ച 1 ഗഡു ക്ഷേമ പെൻഷൻ്റെ വിതരണം ഇന്ന് ആരംഭിക്കും. 1600 രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക. ഇതിനായി 900 കോടി അനുവദിച്ചതായി മന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചു. ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി വീട്ടിലും പെൻഷൻ എത്തിക്കും. അതത് മാസം പെൻഷൻ വിതരണത്തിന് നടപടി സ്വീകരിക്കുമെന്ന് ഈ വർഷത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നെന്നും ഇതനുസരിച്ച് മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലെ പെൻഷൻ നൽകിയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ജൂണിലെ പെൻഷനാണ് ഇപ്പോൾ നൽകുന്നത്. 5 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ്. ഇതും വൈകാതെ തുല്യ ഗഡുക്കളായി നൽകുമെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. മക്കിമലയിൽ കണ്ടെത്തിയത് IED എന്ന പോലീസ്. തവിഞ്ഞാൽ മക്കിമല കൊടക്കാട് വനമേഖലയിൽ മാവോയിസ്റ്റുകൾ സ്ഥാപിച്ചതായി കണ്ടെത്തിയ സ്ഫോടക വസ്തുക്കൾ IED, അതായത് ഇംപ്രവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് ആണെന്ന് ഔദ്യോഗിക സ്ഥിരീകരണം. സ്ഫോടനത്തിനായി ഉപയോഗിക്കുന്ന ജലാറ്റിൻ സ്റ്റിക്കുകളും
ഡിറ്റനേറ്ററുകളും ഫ്യൂസ് വയറുകളും മാത്രമാണ് കണ്ടെത്തിയതെന്നും വൈദ്യുതി കടത്തിവിട്ടാൽ സ്ഫോടനമുണ്ടാകുമെന്നും മാനന്തവാടി ഡിവൈഎസ്പി ബിജുലാൽ പറഞ്ഞു. 1 കിലോയോളം തൂക്കമുള്ള 8 ജെലറ്റിൻ സ്റ്റിക്കുകളും 4 ഡിറ്റനേറ്ററുകളും ഇരുമ്പാണികളും സ്ക്രൂകളും കണ്ടെടുത്തു. സ്ഫോടക വസ്തുക്കൾ നിറച്ച പാത്രവും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ നിന്നുള്ള ബോംബ് സ്ക്വാഡിൻ്റെ സാന്നിധ്യത്തിൽ അരീക്കോട് നിന്നുള്ള സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് ബോംബുകൾ നിർവീര്യമാക്കി. സ്ഫോടക വസ്തുക്കളുടെ സാമ്പിൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. സംഭവത്തിൽ UAPA ചുമത്തി പോലീസ് കേസെടുത്തു. കുഴിബോംബുകൾ സ്ഥാപിച്ചത് മാവോയിസ്റ്റുകളുടെ ബൂബി ട്രാപ്പിംഗ് തന്ത്രമെന്നും കണ്ടെത്തൽ. രാജ്യാന്തര തലത്തിൽ മാവോയിസ്റ്റ് കേഡറുകൾ പിന്തുടരുന്ന ഗറില്ല മുറകളിലൊന്നാണ് ഇത്. സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ച സ്ഥലത്തെത്തുന്ന പോലീസ് സേനാംഗങ്ങൾ അവിടെ പ്രത്യക്ഷത്തിൽ അപകടകരമല്ലെന്ന് തോന്നുന്ന എന്തെങ്കിലും വസ്തുക്കൾ എടുക്കാനോ മറച്ചിടാനോ നോക്കിയാൽ അതിനുള്ളിലെ ട്രിഗർ പ്രവർത്തനക്ഷമമായി പ്രദേശം മൊത്തം വൻ സ്ഫോടന പരമ്പരയുണ്ടാക്കുന്ന യുദ്ധമുറയാണ് ഇത്. കുഴിബോംബ് ശ്രദ്ധയിൽപ്പെട്ടയുടനെ മാവോയിസ്റ്റ് തന്ത്രം മുൻകൂട്ടി കണ്ട് കരുതലോടെ നീങ്ങിയതിനാലാണ് വൻ അപകടം ഒഴിവായത്. താൽക്കാലിക നിയമനം PTA ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് മന്ത്രി. സ്കൂൾ നിയമനങ്ങൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി നടത്താൻ പ്രായോഗിക ബുദ്ധിമുട്ടുകളേറെ. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ ദിവസവേതനാടിസ്ഥാനത്തിലുള്ള താൽക്കാലിക നിയമനങ്ങൾ നടത്താൻ PTA ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് മന്ത്രി വി. ശിവൻകുട്ടി നിയമസഭയിൽ അറിയിച്ചു. താൽക്കാലിക നിയമനങ്ങൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി നടത്താൻ പ്രായോഗിക ബുദ്ധിമുട്ടുകളേറെയാണെന്നും വ്യക്തമാക്കി. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയുള്ള നിയമനങ്ങൾക്ക് കാലതാമസമുണ്ടാകുമെന്നാണ് എക്സ്ചേഞ്ച് ഉൾപ്പെടുന്ന തൊഴിൽ വകുപ്പ് മന്ത്രി കൂടിയായ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. താൽക്കാലിക നിയമനത്തിന് 2002 ഓഗസ്റ്റ് 14 ഉത്തരവാണ് ബാധകമായിട്ടുള്ളതെന്നും 2004 ഡിസംബർ 20 ഉത്തരവ് അനുസരിച്ചുള്ള സംവരണം ബാധകമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. 1:1 അനുപാതത്തിൽ മെറിറ്റ്, പട്ടിക, പിന്നാക്ക വിഭാഗം എന്നിങ്ങനെ നിയമനം നൽകണമെന്നാണ് 2004 ഉത്തരവ്. സ്കൂളുകൾക്ക് ഗ്രേഡിംഗ് ഏർപ്പെടുത്തുമെന്നും മന്ത്രി. ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കായി SSLCക്ക് പ്രത്യേക പരീക്ഷ. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിനായി ഈ വർഷം സ്കൂളുകൾക്കെല്ലാം ഗ്രേഡിംഗ് ഏർപ്പെടുത്തുമെന്ന് മന്ത്രി വി. ശിവൻകുട്ടി. നിയമസഭയിൽ ധനാഭ്യർത്ഥന ചർച്ചയ്ക്ക് മറുപടി പറയുകയായിരുന്നു മന്ത്രി. സമൂഹത്തിന് ചേരാത്ത പ്രവർത്തികൾ ചെയ്യുന്ന അധ്യാപകരെ വെച്ച് പൊറുപ്പിക്കില്ല, അവരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യും. വിദ്യാർത്ഥികളുടെ പഠന മികവ് ഉറപ്പുവരുത്തുന്നതിനോടൊപ്പം വിദ്യാഭ്യാസ വകുപ്പിലെ അധ്യാപകർ, AEO മുതൽ മുകളിലോട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥരുടെയും പ്രവർത്തനശേഷി വിലയിരുത്തും. സ്കൂളുകളുടെ അക്കാദമിക് നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് എല്ലാ ജില്ലയിലെയും ഒരു സ്കൂളിനെ മോഡൽ സ്കൂളായി ഉയർത്തും. ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കായി ഈ വർഷം മുതൽ SSLCക്ക് പ്രത്യേക പരീക്ഷ നടത്തും. പുതുതായി സർവീസിൽ പ്രവേശിക്കുന്ന മുഴുവൻ അധ്യാപകർക്കും ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന റെസിഡൻഷ്യൽ പരിശീലനം നിർബന്ധമാക്കും. കൂടാതെ 6 മാസത്തിലൊരിക്കൽ തുടർ പരിശീലനവും നൽകുമെന്നും മന്ത്രി പറഞ്ഞു. നല്ല ഉറക്കം ലഭിക്കാൻ, തലച്ചോറിനെ റീചാർജ് ചെയ്യാനും മാനസികമായ ഉന്മേഷം ലഭിക്കാനും നല്ല ഉറക്കം അത്യാവശ്യമാണ്. ഉറക്കം ശരിയായില്ലെങ്കിൽ അസ്വസ്ഥതയും ഉത്കണ്ഠയും ഉണ്ടാകാം. നല്ല ഉറക്കം ലഭിക്കാൻ ഇക്കാര്യങ്ങൾ പരീക്ഷിക്കാം. എല്ലാ ദിവസവും ഒരേ സമയത്ത് ഉറങ്ങാനും ഉണരാനും ശ്രമിക്കുക. പ്രായമായവർക്ക് ദിവസം 7-8 മണിക്കൂർ ഉറക്കം ആവശ്യമാണ്. ഉറങ്ങുന്നതിന് മുൻപ് ലഘുവായ ശാരീരിക അധ്വാനം ആവശ്യമുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത് ഉറക്കത്തെ സഹായിക്കും. കിടക്കുന്നതിന് 2 മണിക്കൂർ മുൻപെങ്കിലും വൈകുന്നേരത്തെ ആഹാരം കഴിച്ചിരിക്കണം. പകൽ കുറച്ചു സമയം സൂര്യപ്രകാശം ഏൽക്കുന്നത് നല്ലതാണ്. കിടക്കുന്നതിന് മുൻപ് ചായയും കാപ്പിയും ഒഴിവാക്കുക. ആവശ്യമെങ്കിൽ 1 ഗ്ലാസ് ചൂട് പാൽ കുടിക്കാം. ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് TV കാണുന്നതും കമ്പ്യൂട്ടർ, മൊബൈൽ എന്നിവ ഉപയോഗിക്കുന്നതും ഒഴിവാക്കുക. ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഗൗരവമുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. കട്ടിലിന് സമീപം പെട്ടെന്ന് ഓൺ ചെയ്യാവുന്ന തരത്തിൽ ഒരു ലൈറ്റ് ക്രമീകരിക്കുന്നത് നല്ലതാണ്. ശുഭദിനം. നന്ദി.